വാഹനത്തിൻ്റെ കീ ഉള്ളിൽ കുടുങ്ങി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ എയർ ബാഗ് ഉപയോഗിച്ചൊരു കീ അകത്തുള്ള കീ നമ്മൾ എങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ലോക്ക് എങ്ങനെ അൺലോക്ക് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണിച്ചിരുന്നത് നമ്മുടെ വാഹനത്തിൻ്റെ ഡോർ ഫുൾ ലോക്ക് ആയിരുന്നില്ല, അതായത് ഹാഫ് ലോക്ക് മാത്രമായിരുന്നുള്ളൂ. അപ്പോൾ ഡോറുകൾക്ക് രണ്ട് ടൈപ്പ് ലോക്ക് ഉണ്ട്, ഹാഫ് ലോക്കും ഫുൾ ലോക്കും. ഇപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഡോർ ഹാഫ് ലോക്കിലാണ്, ഇത് തുറന്നാൽ കിട്ടില്ല, പക്ഷേ ഇതിങ്ങനെ ഷേക്കിംഗ് ആവും. അപ്പോൾ നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ഡോർ ഫുൾ ലോക്ക് ആവുകയാണ്. ഇപ്പോൾ ഫുൾ ലോക്കായി, കാരണം ഇത് ഷേക്കിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ അത് ഹാഫ് ലോക്ക് ആയ കാരണം പലർക്കും സംശയം ഉണ്ടായിരുന്നു അത് ഹാഫ് ലോക്ക് ആയിട്ട് അടക്കാതെ നിങ്ങൾ പറ്റിച്ചതെന്നുള്ളത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഡോർ കാണിച്ചു തരാം. ഇതിപ്പോൾ ഫുൾ ലോക്കായി കിടക്കുകയാണ്, വേറെ ഡോർ വലിച്ചാൽ തുറങ്ങില്ല, ഓൾറെഡി ലോക്കായി. കീ നമ്മളെ കയ്യിൽ പുറത്തുള്ളതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല, വാഹനത്തിൻ്റെ ഡോർ ലോക്കാണ്. ഇനി ഇതിനകത്തേക്ക് ഇതെങ്ങനെ വെക്കാന്നുള്ളത്, ഈ ഒരു സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് കറക്റ്റായിട്ട് കയറ്റി കഴിഞ്ഞാൽ ഇത് അതിനകത്ത് ലോക്കാവും. എയർ അടിക്കുക, കണ്ടോ ഡോറിൻ്റെ ഗ്യാപ്പ് വരുന്നത് കണ്ടോ, സുഖമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഗ്യാപ്പ് വരും. അതിനകത്തൂടെ നമുക്ക് എന്ത് ചെയ്യാം, കമ്പിയോ കോലിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഉദ്ദേശിച്ച കീ എവിടെയാണ്, ഏത് പൊസിഷനിലാണ് കിടക്കുന്നത്, ഒന്നുകിൽ കീ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അൺലോക്ക് ചെയ്യാം. അപ്പോൾ ഫുൾ ലോക്ക് ഡോറും ഹാഫ് ലോക്ക് ഡോറും അറിയാത്തവരാണ് നമ്മൾ ഈ രീതി തന്നെ ഉടായ്പ കാണിക്കുകയാണെന്നുള്ള ആ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട്, അവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഡോറിന് രണ്ട് ടൈപ്പ് ലോക്കിംഗ് സിസ്റ്റം വരുന്നുണ്ട്, ഹാഫ് ലോക്കും ഫുൾ ലോക്കും. അപ്പോൾ ഇന്നലെ നമ്മളെ കാണിച്ച എക്കോ ഫോർഡിൻ്റെ ആസ്പയർ എന്ന വാഹനം അത് ഹാഫ് ലോക്കിലാണ് ഉണ്ടായിരുന്നത്. ഹാഫ് ലോക്ക് ആയതുകൊണ്ടായിരുന്നു നമുക്കൊരു ലോക്കിംഗ്, അതങ്ങനെ ഒരു വാഹനത്തിൻ്റെ ഡോർ ഫുൾ ലോക്ക് ആവാതെ കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വാഹനം ഏത് കുടുങ്ങിയിട്ടുള്ള ഡോറാണെന്നുണ്ടെങ്കിൽ ഏത് കീ ആണെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് ഒന്നുകിൽ അൺലോക്ക് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കീ അതിനകത്ത് നിന്ന് നമുക്ക് കീ ഞാൻ കഴിഞ്ഞ വീട്ടിൽ കാണിച്ചപ്പോൾ നമുക്ക് ആ ഹുക്കിനകത്ത് കൊളുത്തിയിട്ട് കീ എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഡോറിൻ്റെ ലോക്ക് അല്ലെങ്കിൽ അൺലോക്കിൻ്റെ സ്വിച്ചിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, പ്രസ് ചെയ്യാം. അത്തരത്തിൽ പല പല രീതിയിൽ ആ ഒരു വാഹനത്തിൻ്റെ നേച്ചർ അനുസരിച്ച് നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ ആ രീതിയിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ ഫുൾ ലോക്ക് ആയി കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു വാഹനത്തിൻ്റെ ഡോറ് നമുക്ക് സിമ്പിളായിട്ട് അൺലോക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇതിനകത്തേക്ക് ഈ ഒരു കമ്പിയുടെ ഇതിനകത്ത് ഇവിടെ കൊളുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അത് ഇങ്ങനെ എടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ എയർ ബാഗ് ഇങ്ങനെ റിലീസ് ചെയ്യാം, എയർ ഒഴിവാക്കുക. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിങ്ങനെ വലിച്ചെടുത്താൽ നമ്മുടെ പ്രശ്നം സോൾവ് ചെയ്തു. അപ്പോൾ ഒരു എക്കോ സ്പോർട്ട്, അതും ഡീസൽ എഞ്ചിനിൽ നിൽക്കുന്ന ഒരു അടിപൊളി വാഹനം നമ്മൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന 2014 മോഡൽ ടൈറ്റാനിയം എന്നുള്ള വേരിയൻറ്റിൽ 55 മലപ്പുറം തിരൂർ രജിസ്ട്രേഷൻ എന്ന വാഹനം. ഡീസൽ എഞ്ചിനിൽ എക്കോ സ്പോർട്ട് എന്ന് പറഞ്ഞാൽ 22 കിലോമീറ്റർ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന നല്ല യാത്രാ കംഫർട്ടുള്ള നല്ല ഇൻറ്റീരിയർ സ്പേസ് ഉള്ളൊരു വാഹനം തന്നെയാണ് ഡീസൽ എഞ്ചിനിൽ നിന്ന് ഫോർഡ് എക്കോ സ്പോർട്ട്. പെട്രോളും ഇൻറ്റീരിയർ സ്പേസും യാത്രാ കംഫർട്ട് ഉണ്ടെങ്കിൽ പോലും, പക്ഷേ മൈലേജ് ആസ്പെക്റ്റ് നോക്കുകയാണെങ്കിൽ ഫോർഡ് എക്കോ സ്പോർട്ട് ഡീസൽ തന്നെ ഒരു പിടി മുന്നിൽ നിൽക്കുന്നത്. ടൈറ്റാനിയം എന്നുള്ള വേരിയൻ്റാണ്. അലോയ് വീൽസ്, ഫോഗ് ലാംപ്സ്, മിറർ ഇൻഡിക്കേറ്റർ, മിറർ ഫോൾഡിംഗ്, ഓട്ടോ ക്ലൈമറ്റ് AC, സ്റ്റിയറിംഗ് കൺട്രോൾ, എയർ ബാഗ്, ABS, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി തുടങ്ങിയുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നു. ബാക്കിലേക്ക് കിടക്കുകയാണെങ്കിൽ ബാക്ക് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ബാക്ക് വൈപ്പർ ഇരുന്നു, ഡിഫോഗർ ഇരുന്നു, റിവേഴ്സ് ക്യാമറ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അങ്ങനെ A to Z ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്ന ഒരു ആവറേജ് ടയർ കണ്ടീഷൻ നിൽക്കുന്ന ഈ ഒരു വാഹനം സ്വന്തമാക്കാം. 4,75,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി ഓൾമോസ്റ്റ് ഒരു 4 ലക്ഷം വരെ നമുക്ക് ലോൺ സൗകര്യം അവൈലബിൾ, പ്രോപ്പർ സർവീസ് കാര്യങ്ങളെല്ലാം പോയിട്ടില്ല, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന ഒരു വാഹനം. ഒരു ഡോർ മാത്രം റീപ്ലേസ് ഉണ്ട്, അത് സ്റ്റെറിയിൽ അവൈലബിൾ ഉള്ള വാഹനം കൂടിയാണിത്. അപ്പോൾ ആരെങ്കിലും അത്യാവശ്യം നല്ല ഒരു യാത്രാ കംഫർട്ടുള്ള ഡീസൽ എഞ്ചിനും മൈലേജ് കാര്യങ്ങളെല്ലാം ഉള്ള SUV സെഗ്മെൻറ്റ് വാഹനം അന്വേഷിച്ച് നടക്കുന്നവരാണ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. ഇതുപോലത്തെ ഒരുപാട് ട്രിപ്സും ടിക്സിൻ്റെ വീഡിയോസ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് റെഗുലറായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ.